Good morning. Okay. ഞാൻ 2-3 മിനിറ്റ് ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ റെക്കോർഡ് ഓൺ ആയില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്താണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുറെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യണ കണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടണ സമയം നിങ്ങൾ അങ്ങനെ എന്താ പറയാ പരസ്പര പരിചയമൊക്കെ പെടുകയാണോ? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും റെക്കോർഡ് ഇവിടെ ഓൺ ആവാതെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ചിലപ്പോൾ പിന്നെ ടീച്ചർമാർ ഇത്തിരി വൈകിയല്ല ഇറങ്ങിയത്. നമ്മുടെ ടൈം 5-8 മിനിറ്റോളം നമ്മൾ വൈകി. ഓക്കെ, എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നു. ഫ്രണ്ട് ഓഫീസിന്റെ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്, അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് നമ്മുടെ ഈ റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ജോലി, ഡ്യൂട്ടി, അല്ലെ അവിടെ അവർക്കുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് പോയിന്റ് പേര്, എന്റെ പേര് ആദ്യമായിട്ടാണോ മോളെ മുബീന കയറണേ? എന്റെ പേര് രമ്യാന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ടീച്ചേഴ്സിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. നമുക്ക് ഓരോ ടീച്ചർമാരും ഓരോ ചാപ്റ്ററുകളാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിനും ഒക്കെ. ഇത് നമ്മള് ഏതാണ് മൊഡ്യൂൾ 1-ലെ 8ാമത്തെ ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് കേട്ടോ, പേജ് നമ്പർ 42. ഓക്കെ, നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, ജോബ്, റെസ്പോൺസിബിലിറ്റീസ്. ഇതും ഇവിടെ നിങ്ങൾക്ക് എന്താണ് അത് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാ മതിയോ ലക്ഷ്മി? നമുക്ക് ഇന്ന് എന്താ പറയാ ഇതിനി ഓൾറെഡി നമ്മൾ വൈകി 10 മിനിറ്റോളം നമ്മൾ വൈകി. ഓക്കെ, ലക്ഷ്മി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് പിന്നെ നിങ്ങൾക്ക് നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ക്ലാസ് ചെയ്യാം കേട്ടോ. ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് പേരൊക്കെ കഴിയാറാവട്ടെ സ്കിപ്പ് ചെയ്തു പോകും, അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞതാണ് കേട്ടോ, നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഡ്യൂട്ടീസ് നോക്കാം കേട്ടോ. ഓരോ പോയിന്റ്സ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടീസിൽ റിസപ്ഷനിസ്റ്റിന്റെ ജോബ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. നമ്മൾ പേഴ്സണലായിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയൊക്കെ പേഷ്യൻസിനെ വിസിറ്റേഴ്സിനെ ഒക്കെ വെൽക്കം ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അഭിവാദ്യം ചെയ്യുക, അല്ലെ, അവരെ സ്വാഗതം ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാ പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും പേഴ്സണലായിട്ടും അതുപോലെ ഫോണിലും, ഇപ്പൊ ഫോണിലാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ഫോണിലൂടെയൊക്കെ എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക, ഗ്രീറ്റ്, അഭിവാദ്യം ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ഡ്യൂട്ടി കേട്ടോ. അടുത്ത നോക്കിയേ സെക്കൻഡ് പോയിന്റ്, ദ റിസപ്ഷനിസ്റ്റ് even if you can't verbally greet the patients. ഇനി നേരെ അവരെ വെർബലായിട്ട് വാക്കാല് അവരെ നമുക്ക് വരുമ്പോ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ അഭിവാദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം. അവരോട് കണ്ണുകൊണ്ടൊരു കോണ്ടാക്ട് വേണമെന്ന്. അതായത് നമ്മൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്, അപ്പൊ പേഷ്യന്റ് ആരെങ്കിലും വരികയാണ്, അപ്പൊ നമ്മൾ ഓൾറെഡി ഒരാള് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ആള് വരുമ്പോൾ നമ്മൾ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ നിങ്ങളെ കണ്ടു, ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു കണ്ണുകൊണ്ട് ഒരു കോണ്ടാക്ട്, ഒരു ഐ കോണ്ടാക്ട് അവരുമായിട്ട് വേണം. Let's know them know to you are aware of their presence and will get to them as soon as possible. എന്ത് ചെയ്യണം? അവർക്കുടെ ആ ഒരു വരവ്, അവർക്കുടെ പ്രസൻസ് ഞാൻ കണ്ടു കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഇരിക്കുന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ട് കാണിക്കൂലേ, അല്ലെ? നമ്മൾ കണ്ണുകൊണ്ടൊക്കെ കാണിക്കൂലേ? നമുക്ക് നേരെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ പ്രസൻസ് ഞങ്ങൾ കണ്ടു. എന്താ? ഉടനെ തന്നെ ഇത് കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നോക്കും, എത്രയും പെട്ടെന്ന് തന്നെ, അല്ലെ? നിങ്ങളെ കഴിയും വേഗം തന്നെ നിങ്ങളെ നോക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കാം എന്നുള്ളത് എന്ത് ചെയ്യണം? കണ്ണുകൊണ്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കണം, ഒരു കോണ്ടാക്ട് വേണം. വെർബലി പെട്ടെന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരുമായിട്ട് എന്ത് വേണം? ഒരു ഐ കോണ്ടാക്ട് വേണം. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുണ്ടാവും, നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഉണ്ടാവും, ആർക്കെങ്കിലും ഉണ്ടോ?
ഒന്നോ രണ്ടോ പേരൊക്കെ തമ്പിടുന്നല്ലോ, ഇത് പറ്റി ഇല്ല, കുറച്ചു പേർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് അടിച്ചിട്ട് ഉടനെ ഒന്ന് കയറിക്കോട്ടോ, അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയ അപ്പൊ 2 പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ നോക്കിയ റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ courteous manner. എങ്ങനെ വേണം? അടുത്തത് ഒന്നാമത്തെ നോക്കിയേ, റെസ്പോണ്ട് ചെയ്യണം. എൻക്വയറി ബൈ പേഷ്യൻസ്, പേഷ്യൻസിന്റെ അന്വേഷണങ്ങള് അവരെന്തെങ്കിലുമൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ. പിന്നെ പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന പേഷ്യൻസ്, ഇനി വരാനിരിക്കുന്ന പേഷ്യൻസ് അതുപോലെ തന്നെ വിസിറ്റേഴ്സ്, ഇവരോടൊക്കെ ഇങ്ങനെ ഒരു മാന്യമായ രീതിയിൽ അവരുടെ എൻക്വയറീസ്, അവർ നടത്തുന്ന അന്വേഷണങ്ങളോടൊക്കെ റെസ്പോണ്ട് ചെയ്യണം, ഉടനടി തന്നെ പ്രതികരിക്കണം. ക്ലിയർ ആയോ? പേഷ്യൻസ്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ്, വിസിറ്റേഴ്സ് ഇവരോടൊക്കെ എങ്ങനെയാ മാന്യമായ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചിരിക്കുകയാണ്, ഉടനടി തന്നെ അതിനോട് നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. അടുത്ത് നോക്കിയ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രോട്ടോകോൾസ്, നിയമങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾസ്, അവിടുത്തെ നിയമങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ പുതിയ പേഷ്യൻസിനെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അത് നമ്മൾ പഠിച്ചതല്ലേ, ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചല്ലേ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്. ഓക്കെ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്, അവിടെ സ്ഥാപിതമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. നാലാമത്തെ പോയിന്റ് നോക്കിയേ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് demographics by collecting detailed patient information that include personal and financial information. എന്ത് ചെയ്യണം? അടുത്തത് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ്. ഇപ്പൊ നിലവിലുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവരെ ഒന്ന് പുതുക്കുക അല്ലെ? ഇപ്പൊ ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ വരുമ്പോ ഒന്ന് പുതുക്കണ്ടേ? ചെയ്ത് പുതുക്കൂന്ന് പറയില്ലേ നമ്മള്? എക്സിസ്റ്റിംഗ് പേഷ്യൻസ് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. എങ്ങനെ? ഡെമോഗ്രാഫിക് എന്ന് വെച്ചാൽ ജനസംഖ്യ, അതായത് അവർക്കുടെ ആ ഒരു എന്താ പറയാ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ, കളക്ടിങ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ, ഏതൊക്കെ ഉൾപ്പെടാം? പേഴ്സണൽ ആയിട്ടുള്ളത്, പേര്, അഡ്രസ്, അങ്ങനെയുള്ള പേഴ്സണലും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ഈ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. മനസ്സിലായോ? പേഴ്സണൽ ആയിട്ടുള്ളത്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് അപ്ഡേറ്റ് ചെയ്യുക. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി. ഓക്കെ, ഫുൾ ആയിട്ട് അങ്ങനെ പഠിക്കണമെന്നില്ല, അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിടുക. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, അസിസ്റ്റന്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ ദ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. കണ്ടോ? മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസുകള്, ഡോക്യുമെന്റേഷൻ, ഇതൊക്കെ എന്താണ്? ആ കംപ്ലീറ്റ് ആക്കാനായിട്ട് പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തോ സഹായിക്കുക. ഫോംസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യൂലേ? കഴിഞ്ഞ പോയിന്റ് ആണോ? കഴിഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നത് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ നിലവിലുള്ള പേഷ്യൻസിനെ അപ്ഡേറ്റ് ചെയ്യുക. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? അവരുടെ പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അത് കളക്ട് ചെയ്തിട്ട് ആ പേഷ്യൻസിനെ പേഷ്യൻസിന്റെ എക്സിസ്റ്റിംഗ് പേഷ്യൻസ് അവരെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞ വേറെ ഒന്നല്ല, ജനസംഖ്യാപരമായിട്ടുള്ള, അതായത് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യുക? ഈ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻസിനെ അപ്ഡേറ്റ് ചെയ്യുക. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. അടുത്തത് പറഞ്ഞത് എന്താണ്? നമ്മൾ ഫോംസും ഡോക്യുമെന്റ്സുകളൊക്കെ. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലേ?
ഇൻഷുറൻസ് കാര്യങ്ങള് മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസും ഡോക്യുമെന്റേഷനും ഒക്കെ എന്താണ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പേഷ്യൻസിനെ സഹായിക്കുക, പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കിയേ 7ാമത്തെ പോയിന്റ്, ensure patients to complete all necessary forms and documentation medical insurance. അവിടെ നോക്കിയേ ensure എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പുവരുത്തുക, ഉറപ്പുവരുത്തുക. എന്താണ്? Patients to complete all necessary forms and documentation. എല്ലാ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോംസുകള് ഡോക്യുമെന്റേഷൻ ഏതാ? മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസും ഡോക്യുമെന്റേഷനും അവർക്ക് എന്താ കംപ്ലീറ്റ് ആക്കാനായിട്ട് പേഷ്യൻസിന്, അല്ലെങ്കിൽ അത് അവര് പേഷ്യൻസ് അത് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ്? സെയിം പോയിന്റ് അല്ല. സെയിം പോയിന്റ് ആണോ? നോക്കിയേ, ആദ്യം എന്താ പറഞ്ഞേക്കണേ? ഫോംസും ഡോക്യുമെന്റ്സുകളും അത് ആവശ്യമായിട്ടുള്ള, നെസസറി എന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസും ഡോക്യുമെന്റേഷനും കംപ്ലീറ്റ് ആക്കാൻ പേഷ്യന്റിന് സഹായിക്കുക എന്നാ പറഞ്ഞേക്കണേ. ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാന്ന് മനസ്സിലായോ? നിങ്ങൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവിടെ ചോദിച്ച് സംശയം ചോദിച്ച് ഇത് എന്താ അവിടെ എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് ചോദിക്കാറുണ്ടോ? അതിന് പേഷ്യന്റിനെ ഒന്ന് സഹായിക്കുക, ആ പോയിന്റ്. അടുത്തത് നോക്കിയേ 7ാമത്തെ പോയിന്റ് എന്താ? എൻഷുർ ആണ്. എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക. എന്താ ഉറപ്പുവരുത്തണ്ടേ? ഇപ്പൊ നമ്മള് കംപ്ലീറ്റ് ആന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഫോംസും ഡോക്യുമെന്റ്സുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ അവരൊന്ന് വായിച്ചു നോക്കണ്ടേ? എല്ലാ കോളവും ഫില്ല് ചെയ്തോ? അത് ഉറപ്പുവരുത്തുന്ന അടുത്ത് പറഞ്ഞേക്കണം കേട്ടോ. എൻഷുർ ഉറപ്പുവരുത്തുക. പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. അത് മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസും ഡോക്യുമെന്റുകളും ആ പേഷ്യൻസ് കംപ്ലീറ്റ് ചെയ്തില്ലേ, അവര് ഫില്ല് ചെയ്തത് ഉറപ്പുവരുത്തണം. ഓക്കെ ആണ്, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പൊ ആ ഡിഫറൻസ് മനസ്സിലായോ? മറ്റത് ഫില്ല് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യുക, രണ്ടാമത്തത് ഫില്ല് ചെയ്തത് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? ഫില്ല് വിട്ടുപോയിട്ടോ എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത പോയിന്റ് നോക്കിയേ, 8ാമത്തെ പോയിന്റ് നോക്കിയേ, ensure patient information is accurate including billing information. ഓക്കെ, ബില്ലിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പേഷ്യന്റിന് ഉറപ്പുവരുത്തുക. അത് കൃത്യമാണ്. കണ്ടോ? എൻഷുർ എന്ന് പറഞ്ഞേക്കണേ, അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുക. എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക. പേഷ്യന്റ് ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫർമേഷൻ. അതായത് ബില്ലിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അക്യുറേറ്റ് ആണ്, കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത പോയിന്റ് നോക്കിയേ, 9ാമത്തെ പോയിന്റ് ആട്ടോ. ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല, 9ാമത്തെ പോയിന്റ് ആണ്. 9ാമത്തെ പോയിന്റ് ആണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ അതാണ് ഞാൻ നമ്പർ പറഞ്ഞേട്ടോ. Inform patients about medical office procedures and policy. ഉണ്ടോ? ആ ഓഫീസിലെ പ്രൊസീജിയറുകള്, അവിടുത്തെ നടപടിക്രമങ്ങള്, പോളിസികളൊക്കെ എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യിക്കണം, പേഷ്യൻസിനെ അറിയിക്കണം. ഉണ്ടോ? ആ ഹോസ്പിറ്റലിലുള്ള പോളിസി പ്രൊസീജിയറുകളൊക്കെ, മെഡിക്കൽ ഓഫീസ് പോളിസി പ്രൊസീജിയറുകളെല്ലാം പേഷ്യൻസിനെ ഇൻഫോം ചെയ്യിക്കണം, പേഷ്യൻസിനെ അറിയിക്കണം. ഇന്ന രീതിയിലാണ് ഇവിടെ പ്രൊസീജിയർ, ഇങ്ങനെ ഇതിന്റെ പോളിസി ഈ രീതിയിലൊക്കെയാണെന്നുള്ള കാര്യം പേഷ്യൻസിനെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം, അറിയിക്കണം. അടുത്ത് നോക്കിയേ, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യൻസ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡുകള് പരിപാലിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക, അത് നിലനിർത്തുക. അടുത്ത പോയിന്റ് നോക്കിയേ, all patients through appointments are scheduled. ആ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഓരോന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഇത്ര ടൈം ഇന്ന ഡോക്ടർ എന്നൊക്കെ അല്ലെ, പല പേഷ്യൻസിനെ അവരെ ആ രീതിയിലും മൂവ് ചെയ്യിപ്പിക്കുക. ഉണ്ടോ? പേഷ്യൻസ് ആ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം പേഷ്യൻസിനെ അവരുടെ അതേ കറക്റ്റ് ആയിട്ട് ആ അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ തന്നെ അവരെ മൂവ് ചെയ്യിക്കുക. Okay, move patients through appointments.
ആ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം പേഷ്യൻസിനെ കറക്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ അവരെ മൂവ് ചെയ്യിക്കുക. ഈ പോയിന്റ്സുകൾ ഇത്രയും കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇത് ആരും ബൈഹാർട്ട് ചെയ്യണ്ട. ഓക്കെ, ഇതാരും ബൈഹാർട്ട് ചെയ്യണ്ട. ഇത് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ആൻസർ അവിടെ ഉണ്ട്. 4 ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലൊക്കെ ഉൾപ്പെടുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി അത് ചോദിച്ചാലും മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ആണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയും പോയിന്റ്സ് 24 പോയിന്റ്സ് ഉണ്ട്. അത് കണ്ടിട്ട് പേടിക്കണ്ട. ഇത് വായിക്കുമ്പോ ക്ലിയർ ആവുന്നില്ലേ? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റല്ലേ? അത്രയും മതി. ഓക്കെ, then അടുത്ത പോയിന്റ് നോക്കിയേ. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈയിങ് ദ പ്രൊവൈഡർ ദ പേഷ്യന്റ് അറൈവൽ, ബീയിങ് അവെയർ ഓഫ് ഡിലേ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യം ഒരുക്കുക. എന്തിനാ? ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈയിങ് ദ പ്രൊവൈഡർ ദ പേഷ്യന്റ് അറൈവൽ. അതായത് എന്താ? പേഷ്യൻസിന്റെ വരവുകള് പ്രൊവൈഡർ എന്ന് പറയുന്ന ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, ഇപ്പൊ ഇന്ന പേഷ്യന്റ് അങ്ങോട്ടേക്ക് വരും, ഇന്ന ടെസ്റ്റ് ചെയ്യാൻ വരും എന്നുള്ളത്. ആ പേഷ്യൻസിന്റെ വരവുകള് ക്ലിനിക്കുകളിലെ അറിയിക്കുക. അപ്പൊ നമുക്ക് വേറെ ഡിലേ ഒന്നും വരില്ല അല്ലെ? നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് പേഷ്യൻസിന്റെ വരവുകള് ആ ക്ലിനിക്കുകളെ അറിയിക്കുക. ബി അവെയർ ഓഫ് ഡിലേ. ഇനി എന്തെങ്കിലും അപ്പൊ അവിടെ വേറെ ഡിലേ ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്താ? ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. എന്താണ്? ആ പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അങ്ങനെ ആ ഒരു ഇത് ഒക്കെ നമ്മൾ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിലും അതും അറിയിക്കണം കേട്ടോ. പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ട് പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കുക. അപ്പൊ അത്രയും ഒന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ആ വലിയ പോയിന്റ് അത്രയും വാരി വലിച്ചു നോക്കണമെന്നില്ല. ഫെസിലിറ്റേറ്റ് പേഷ്യൻസ് ഫ്ലോ, പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കുക. ഓക്കെ, അത്രയും കണ്ടു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെയായിരിക്കും. ഓപ്ഷനിലാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ. നെക്സ്റ്റ് പോയിന്റ് എന്താ? answer incoming calls and deal with the enquiries. ഈ ഇൻകമിംഗ് കോളുകൾ, ഇങ്ങോട്ട് വരുന്ന കോളുകളില്ലേ, നമ്മൾ അപ്പോയിന്റ്മെന്റിന്റെ ഒക്കെ ആയിട്ട് നമ്മൾ റിസപ്ഷനിലേക്ക് വിളിക്കൂലേ അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന കോളുകൾ ആൻസറിങ് ഇൻകമിംഗ് കോൾസ് ആൻസർ ചെയ്യുക. ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ്, അന്വേഷണങ്ങള്. ഇനി എന്തെങ്കിലും നമ്മളോട് അന്വേഷണങ്ങളൊക്കെ പറയുകയാണ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ആൻസറിങ് ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ്. ഒന്ന് അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ ആ പോയിന്റില്. ഓക്കെ, അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട. ആൻസർ ദ ഫോൺ വൈൽ മെയിൻറ്റെയിനിങ്. ഇനി നമ്മൾ ഫോൺ ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയാ? നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അതിനൊരു കോൾ എടുത്ത് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ എങ്ങനെ വേണം? വൈൽ മെയിൻറ്റെയിനിങ് പൊളൈറ്റ്, നമ്മൾ മര്യാദ പാലിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. കൺസിസ്റ്റന്റ് ഫോൺ മാനർ, ഒരു ഫോൺ മാനർ അല്ലെ, മാറ്റമില്ലാത്ത കൺസിസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള ഒരു, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഫോൺ മാനർ നമ്മൾ കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്യൂട്ടീസ്. എറ്റിക്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദകള്. പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ മര്യാദകള് നമ്മൾ പാലിക്കണം. അപ്പൊ ആ രീതിയിലൊക്കെ വേണം നമ്മൾ ആ ഫോൺ ആൻസർ ചെയ്യാൻ. അല്ലാതെ എടുക്കുന്ന വഴിയിൽ അവരോട് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ വരുന്ന ഇൻകമിംഗ് കോളുകൾക്ക് ആൻസർ ചെയ്യുക, അവർക്കുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യുക. ഇനി ഫോൺ നമ്മൾ അത് ആൻസർ ചെയ്യുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ പൊളൈറ്റ്, ഫോൺ മാനർ, ടെലിഫോൺ എറ്റിക്യൂട്ടീസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയോ പോയിന്റ്സ്? ഇത്രയും പോയിന്റ്സ് ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കിയേ, ഞാനിവിടെ നമ്പർ ഇട്ട് വെച്ചേക്ക് കേട്ടോ. നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, 14ാമത്തെ പോയിന്റ് ആട്ടോ. ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. കണ്ടോ, ട്രാൻസ്ഫർ ചെയ്യുക, കോളുകള് ആവശ്യാനുസരണം കൈമാറ്റം ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ റിസപ്ഷനിലേക്ക് വിളിച്ചു, എനിക്ക് ഒഫ്താൽമോളജിയിലേക്കാണ് അല്ലെങ്കിൽ ഗൈനക്കോളജിയിലേക്കാണ് എനിക്ക് കണക്ട് ചെയ്യേണ്ടേ, എനിക്ക് കാണണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കോൾ അങ്ങോട്ട് കൈമാറണം അല്ലെ? നമ്മളോട് പറയില്ലേ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവര് ഫോൺ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് തരും നമുക്ക്. ഇതൊക്കെ ചെയ്യാറുള്ളല്ലേ? അപ്പൊ അടുത്തൊരു ഡ്യൂട്ടി എന്താ? ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം കോളുകള് ട്രാൻസ്ഫർ ചെയ്യുക, കൈമാറ്റം ചെയ്യുക.
Then അടുത്ത് നോക്കിയേ, collect copays and payments. Collect copays and payments. എന്ത് ചെയ്യാ, എന്ത് കളക്ട് ചെയ്യും? കോപ്പേ. കോപ്പേ എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പേന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഡോക്ടർമാരുടെ വിസിറ്റിന് വേണ്ടിയിട്ട്, സന്ദർശനമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുറിപ്പടിയോ അവരുടെ എന്തെങ്കിലും എഴുതി തരൂലേ, അങ്ങനെയുള്ള ഒരു സേവനത്തിനായി ഒരു പേഷ്യന്റ് അടയ്ക്കുന്ന മുൻകൂട്ടി നിശ്ചയിച്ച ഫീസാണ് കോപ്പേ എന്ന് പറയുന്നത്. മുൻകൂട്ടി നമ്മള് എന്താ അവരുടെ ഓരോ കൺസൾട്ടേഷനും ഒക്കെ ഇല്ലേ, ആ സേവനത്തിനായിട്ട് പേഷ്യന്റ് അടയ്ക്കുന്ന മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഫീസാണ് കോപ്പേ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള കോപ്പേകള്, പേയ്മെന്റ്സുകള്, കൺസൾട്ടേഷൻ ഫീസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളത് മരുന്നൊക്കെ മേടിച്ചിട്ട് അങ്ങനെയുള്ള പേയ്മെന്റുകൾ ഇല്ലേ, ഓരോ ബില്ല് പേയ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമുക്കറിയാം ഇന്ന ഡോക്ടറിന് ഇത്ര രൂപയാണ് അവിടെ ഫീസ് അല്ലെ, കൺസൾട്ടേഷന് ഇത്ര രൂപയാണ്, നമുക്കറിയാം. അതിന്റെ ആ ഒരു സർവീസ് കിട്ടണമെങ്കിൽ അത്ര രൂപയാണ് അവിടെ ആ ഡോക്ടറിന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് കോപ്പേ എന്ന് പറയുന്നത് കേട്ടോ, കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയും. ഓക്കെ. അത് കളക്ട് ചെയ്യുക, കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ്. ക്ലിയർ അല്ലേ? Then അടുത്ത് നോക്കിയ റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ റിക്വേർഡ്. സ്ഥിതി വിവര കണക്കുകള്, അവിടുത്തെ കണക്കുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് എന്ത് ചെയ്യണം? അതിന്റെ റിപ്പോർട്ടുകള് ആവശ്യാനുസരണം തന്നെ ആ സ്ഥിതി വിവര കണക്കുകൾ അത് റിപ്പോർട്ട് ചെയ്യാം. അത് എന്താ പറയാ, അതായത് നമ്മള് അത് കറക്റ്റ് ആക്കി വെക്കാനുള്ളത് കേട്ടോ. അടുത്ത് നോക്കിയേ, ഷെഡ്യൂൾഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്, സ്കാൻ, ആക്ട്. എന്താണ് ക്ലിയർ ആവാത്തെ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സ്ഥിതി വിവര കണക്കുകൾ, അവിടുത്തെ കണക്കും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, അത് ആവശ്യാനുസരണം അത് ഓരോന്നും അത് കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാന്ന്. അതായത് റിപ്പോർട്ട് വെക്കൂലേ, വെറുതെ വായും കൊണ്ട് പറഞ്ഞാൽ പോരല്ലോ, ഓരോന്നിന്റെയും ഓരോ റിപ്പോർട്ടുകൾ അതാക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, ഷെഡ്യൂൾഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻസ് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ദ പേഷ്യൻസ്. ഷെഡ്യൂൾ ചെയ്യുക ഹോസ്പിറ്റലിന്റെ അഡ്മിഷൻ, ടെസ്റ്റുകള്, അതുപോലെ തന്നെ സ്കാന്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ്, ഇതെല്ലാം പേഷ്യന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കിയേ, obtain external medical reports as required by medical professionals. obtain എന്ന് പറഞ്ഞാൽ എന്താ? obtain ലഭ്യമാക്കുക, obtain. അതായത് ആർക്കാണ്? ഈ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകള് എന്ത് ചെയ്യണം? മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകള് എന്ത് ചെയ്യണം? ലഭ്യമാക്കുക. obtain external medical reports as required. ആവശ്യാനുസരണം ആർക്ക്? by medical professionals. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക. ഓക്കെ. അടുത്ത് നോക്കിയേ, റെസ്പോണ്ട് എനി കംപ്ലൈന്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. എന്താണ് റെസ്പോണ്ട് ടു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. നടത്തി കൊടുക്കുക, അതായത് നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റുകള് അങ്ങനെയുള്ള കാര്യത്തിനോട് എന്ത് ചെയ്യുക? ഉടനടി അത് നമ്മൾ നടത്തി കൊടുക്കുക. അതായത് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ അത് നടത്തി കൊടുക്കുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ ചോദിച്ചാൽ ഉടനടി, ഇനി പിന്നെ പറയാനോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാങ്ങോ അല്ലെങ്കിൽ നാളെ പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസ് ഒന്നുമില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും റിക്വസ്റ്റുകൾ അല്ലേ, നമ്മളോട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇന്ന ഇത് എന്താ എവിടെയാണെന്ന് പറയാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിന്റെ ഫീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റുകൾ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനടി തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? നടത്തി കൊടുക്കുക, അതാണ് കംപ്ലൈന്റ് എന്നുള്ളത്. COMPLY, നടത്തി കൊടുക്കുക. അതിനോട് റെസ്പോണ്ട് ചെയ്യുക, അത് ഉടനടി തന്നെ നടത്തി കൊടുക്കുക. അടുത്ത പോയിന്റ് എന്താ? ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്.
ഇൻകമിങ് ഇങ്ങോട്ട് വരുന്നത് അല്ലെ, ഔട്ട് ഗോയിങ് പോസ്റ്റ് ഡീൽ ചെയ്യുക. അതായത് ഇൻകമിങ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, ലെക്ചറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉള്ളത്, അസോസിയേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീൽ ചെയ്യുക. ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്, ലെറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത് പോസ്റ്റ് ആയിട്ടുള്ളത്, അതെല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അടുത്ത നോക്കിയേ, കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. മറ്റുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ്. അവർക്ക് നിയോഗിച്ചിട്ടുള്ള, അവർക്ക് അസൈൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിയോഗിക്കുക. അവരിൽ നിശ്ചിതമാക്കിയത് അവരിൽ നിയോഗിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. നെക്സ്റ്റ് പോയിന്റ് 22ാമത്തെ പോയിന്റ് ആണ്, മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipments. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, ഫോമുകളുടെയൊക്കെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ്. ഫോമുകളില്ലേ, ഓരോന്നിനെ ഫില്ല് ചെയ്യാനുള്ള ഫോമുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ സ്റ്റോക്ക്. നമ്മൾ ചെല്ലുമ്പോ ഫോം തീർന്നു എന്നൊന്നും പറയാൻ പറ്റൂല അല്ലെ. എല്ലാ ഫോംസിന്റെയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് കീപ്പ്, എന്ത് കീപ്പ് ചെയ്യാം, മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്, ഓഫീസ് സപ്ലൈകള് കേട്ടോ, adequately stocked by expecting inventory need. അതായത് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നുള്ള ഒരു മീനിങ് ആട്ടോ, വിവര പട്ടികകള്. അതായത് അവിടുത്തെ ആ ഒരു ലിസ്റ്റ്, ആ സ്റ്റോക്ക് പരിശോധിച്ചുകൊണ്ട് അത്, അല്ലെങ്കിൽ അതിന് പ്ലേസിംഗ് ഓർഡർ, ആ സ്റ്റോക്ക് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും സപ്ലൈകളുടെ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ മെഡിക്കൽ കാര്യങ്ങള്, മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുന്ന എല്ലാ സപ്ലൈകളും എന്ത് ചെയ്യുക, അതിന്റെയൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക. ഏതാണ് ഇത്, ഇമ്പോർട്ടന്റ് ആണോന്നാ ഇതിനകത്തുനിന്ന് ജസ്റ്റ് ചോദിക്കാം. എന്താ പറയാ, അതിനകത്ത് അഥവാ ചോദിക്കുകയാണെങ്കിലും ഇതിനകത്ത് എല്ലാ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഞാൻ പറഞ്ഞത് ഇത് വെറുതെ ബൈ ഹാർട്ട് ചെയ്തണ്ട, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റ് നമുക്ക് ആൻസർ കാണുമ്പോൾ ഇത് റിസപ്ഷനിസ്റ്റിന്റെ വന്നതാണോ എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും തന്നിട്ടാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, ഇൻക്ലൂഡ് ചെയ്യണേ അല്ലോ എന്ന് മതി. അല്ലാതെ 24 പോയിന്റും ഇന്നിരുന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയുള്ള സെക്ഷനുകൾ, ഈ പോയിന്റ്സ് മിക്ക ചാപ്റ്ററുകളിലും നമ്മൾ അവസാനം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് മാനേജ്മെന്റ്, റേഡിയോളജി, ഇതെല്ലാ ചാപ്റ്ററിലും ഓൾമോസ്റ്റ് ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് നമ്മൾ അതിനകത്ത് വന്നതാണോ എന്നൊന്ന് എന്താ മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാതെ ഇത് ഫുള്ള് എല്ലാവർക്കും ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി കാണാതെ പഠിക്കുന്നത് നടക്കുമല്ലോ. അതുകൊണ്ട് ഇത്രയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അവിടെ എന്താ പറഞ്ഞിരിക്കണേ, സ്റ്റോക്കുകളുടെ ഫോംസ്, ആ ഫോംസിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള മെഡിക്കൽ സപ്ലൈകള്, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഓർഡർ കൊടുക്കാൻ ഇനി എന്തെങ്കിലും സപ്ലൈകൾ വേണോ, അതൊക്കെ അതുപോലെ തന്നെ ഈ ഓഫീസ് എക്യുപ്മെന്റ്സുകളൊക്കെ മോണിറ്റർ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് അത്രയും ഒന്ന് ഷോർട്ട് ചെയ്ത് ഇത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ്പ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്. അടുത്ത നോക്കിയേ, എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റൈൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. അതാ ചോദിക്കുക കേട്ടോ. ചിലപ്പോ ആണെങ്കിൽ ഈ റിസപ്ഷൻ ഏരിയ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുക, നീറ്റ് ആക്കുക, ക്ലീൻ ആക്കി വെക്കുക, അത് അങ്ങനെയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് ആർക്കുടെ ഡ്യൂട്ടിയാ, ആർക്കുടെ ഡ്യൂട്ടിയാ, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. Ensure that reception area is well maintained, neat and clean. Neat ആയിട്ട് ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ റിസപ്ഷൻ ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അവര് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ക്ലീനിങ് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആർക്കടെയാണ്, സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന നോട്ട് കാണുന്നില്ലേ നിങ്ങള്? സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്?
ആണല്ലോ. ഞാൻ ആദ്യം തന്നെ ചോദിക്കാറുണ്ടല്ലോ. അതാ ഞാൻ പറയുന്നത്, ഇടയ്ക്ക് വല്ല നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഒത്തിരി ഓൾമോസ്റ്റ് കുറെ പേരൊക്കെ തമ്പിട്ടിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് നോക്കിയേ, എത്രയാണ് ലാസ്റ്റ് പോയിന്റ് ആട്ടോ. safeguard patient privacy and confidentiality. അത്ര അണ്ടർലൈൻ ചെയ്തിട്ട് അറിയാം പോയിന്റിന്ന്. ഫുൾ അത്രയും വലിയത് വാരി വലിച്ചു പഠിക്കണ്ട. എന്താ സേഫ് ഗാർഡ് എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കുക പേഷ്യൻസിന്റെ പ്രൈവസി, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ എന്താ? രഹസ്യ സ്വഭാവം, കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം, ഇതെല്ലാം സംരക്ഷിക്കണമെന്ന്. പേഷ്യന്റെ പ്രൈവസി വേണം. എന്താ? പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, പേഷ്യൻസിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കണം. എങ്ങനെയാ? മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ് ബൈ നോട്ട് ലിവിംഗ് PHI എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോടെ. PHI അതിന്റെ നമുക്ക് ഇപ്പൊ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, അതായത് നമ്മൾ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ അതിനകത്ത് എന്താ സിസ്റ്റത്തിൽ എന്താണ് അവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുക, അത് സെക്യൂർ ആയിട്ട് വെച്ചേക്കുക. അത് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുവോ അങ്ങനെയൊന്നുമില്ല. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ്, സെക്യൂർ ആക്കി വെച്ചേക്കാണ്. ബൈ നോട്ട് ലീവിംഗ് PHI ഇൻ പ്ലെയിൻ സൈറ്റ്, ഒരു പൊതുവായ സൈറ്റിൽ നമ്മൾ അത് ഓപ്പൺ ആക്കി ഇടാൻ പാടില്ല. അതെന്താണ്? അത് സെക്യൂർ ചെയ്ത് വെച്ചേക്കാണ്. ആൻഡ് ലോഗ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലിവിംഗ് അൺഅറ്റൻഡഡ്. ഇനി നമുക്ക് ആവശ്യമില്ലാത്തപ്പോ നമ്മൾ അതെന്താണ്? അത് ലോഗ് ഓഫ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് തന്നെ ലോഗ് ഓഫ് ചെയ്ത് സുരക്ഷിതമാക്കി വെക്കണം. ഇപ്പൊ നമ്മള് ഏതെങ്കിലും നിങ്ങൾ നെറ്റിൽ കയറുക, എന്താ പറയാ, നിങ്ങൾ ഓൺലൈൻ ഇതായിട്ട് എന്തെങ്കിലും സൈറ്റിൽ കയറാണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ അടിച്ചു കൊടുക്കൂലേ അല്ലെ? നമ്മുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടൊക്കെ അല്ലേ നമ്മൾ കയറുന്നത്. PHI എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. അവിടെ ഉണ്ടടാ, നോക്കി ആ സെന്റൻസിന്റെ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്നുള്ളത് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് PHI എന്ന് പറയാം. PHI കണ്ടു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്ന് വെക്കുക കേട്ടോ. അതായത് നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മളത് ഒരു പ്ലെയിൻ സൈറ്റിൽ ഇങ്ങനെ ഇടാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളാണെങ്കിലും ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നമ്മൾ സൈറ്റിലൊക്കെ കയറുമ്പോൾ നമ്മുടെ പാസ്വേഡ് ഒക്കെ കൊടുത്താൽ നമ്മൾ കയറുന്നത്, അത് നമ്മൾ ലോഗ് ഓഫ് ചെയ്ത് പോരുമ്പോൾ നമ്മൾ അത് സെക്യൂർ ആക്കി വെച്ചിട്ടല്ലേ. അല്ലെങ്കിൽ അടുത്ത ആൾ കയറുമ്പോൾ നമ്മൾ പാസ്വേഡ് ഇവിടെ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കയറാം. നമുക്ക് മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അത് ലോഗ് ഓഫ് ചെയ്യുമ്പോൾ സെക്യൂർ ആക്കി ഇത് അങ്ങനെ തന്നെയല്ലേ ലോഗ് ഓഫ് ചെയ്യുന്നത് അല്ലേ? ഇതാണ്, അതൊരു പ്ലെയിൻ സൈറ്റില് ഉപേക്ഷിക്കരുത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ലോഗ് ഓഫ് ചെയ്യണം. അതിൽ അത്രയും ആദ്യത്തെ ഒരു പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. safeguard patient privacy and confidentiality, അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി അതിൽ കേട്ടാ. ഓക്കെ, അത്രയും പോയിന്റ്സുകൾ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇനി ഒന്നുകൂടി പറയണ്ടല്ലോ, 24 പോയിന്റും ഒന്നുകൂടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? സ്കിൽസ് ആണ്. ഇത് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് സ്കിൽസ് എന്നുള്ളത്? അതായത് ഒരു റിസപ്ഷനിസ്റ്റ് വേണ്ട കഴിവുകള്. അപ്പൊ നിങ്ങളും നാളെ ഒരു റിസപ്ഷനിസ്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്തൊക്കെ കഴിവുകളാ വേണ്ടേ നോക്കിയേ. ടെലിഫോൺ എറ്റിക്വറ്റ് ആദ്യം വേണ്ടതാണ്. ടെലിഫോൺ മര്യാദകള് ഉണ്ടോ? ടെലിഫോൺ മര്യാദകൾ പാലിക്കണം. കസ്റ്റമർ സർവീസ്, പിന്നെ നമ്മൾ അടുത്ത എന്താ? കസ്റ്റമർ സർവീസ്. അതും നമുക്ക് വേണ്ട ഒരു കഴിവാണ്. കസ്റ്റമറിനെ, അതായത് ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ പേഷ്യൻസ് ആണല്ലേ. അപ്പൊ പേഷ്യൻസിന് നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുക, പേഷ്യന്റ് സർവീസ് കൊടുക്കുക. ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്. വേർഡ്, എക്സൽ, കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ടാരെങ്കിലും? വേർഡ് MS ഓഫീസിൽ തന്നെയുണ്ട് വേർഡും എക്സലും പവർ പോയിന്റ് ഒക്കെ. നമുക്ക് പഠിക്കാത്തൊരു വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ചാപ്റ്റർ ഉണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4th മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനകത്ത് അത്യാവശ്യം വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതിനകത്ത് ഹോസ്പിറ്റലിൽ ഓരോന്നിന്റെ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ചാപ്റ്റർ അവിടെ പഠിക്കാനുണ്ട് നിങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ ബേസിക് ഇപ്പൊ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ എന്താ, എവിടെ പോയാലും ഒരു പെട്ടിക്കടയിൽ ചെന്നാലും നമ്മൾ കമ്പ്യൂട്ടർ നോളജ് വേണം അല്ലെ? എല്ലായിടത്തും ഇപ്പൊ ബുക്കിലൊന്നും ആരും കണക്ക് എഴുതാറുള്ള, എല്ലാവരും സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യണേ അല്ലെ? കമ്പ്യൂട്ടറിലല്ലേ നമ്മൾ ചെല്ലുമ്പോ അപ്പന്മാര് വരെ ഇരുന്ന് കമ്പ്യൂട്ടറിലായിരിക്കും ചെയ്യണേ അല്ലെ? കടയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ അങ്ങനെയല്ലേ?
ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു വലിയ ബുക്ക് എടുത്ത് ബുക്കിൽ നമുക്ക് എഴുതി കൂട്ടലൊന്നുമില്ല. എല്ലാം വലിയ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ നമുക്ക് സിസ്റ്റത്തിലാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഹോസ്പിറ്റലിൽ എന്ത് വേണം, റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരു ബേസിക് ആയിട്ടുള്ള വേർഡ് എക്സൽ പ്രോഗ്രാംസ് അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെയാ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം. മാനേജ്മെന്റ്, പിന്നെ എന്താ ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. കണ്ടോ, മാനേജ്മെന്റ്. പിന്നെ അടുത്ത മൾട്ടി ടാസ്കിങ്. ഒരു ടാസ്ക് മാത്രമല്ലല്ലോ, നമ്മൾ കുറെ പറഞ്ഞില്ലേ ഇപ്പൊ എന്തൊക്കെ ടാസ്കുകളാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടത്. അതെല്ലാം മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ, എല്ലാത്തിനെയും ഒന്ന് സംഘടിപ്പിക്കാനുള്ളത്, ഷെഡ്യൂളിങ്. കണ്ടോ, എന്നീ കഴിവുകൾ വേണം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു എന്തൊക്കെ കഴിവുകൾ വേണം എന്നുള്ളത് കേട്ടോ. ടെലിഫോൺ എറ്റിക്വിറ്റീസ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ്. അടുത്ത നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എന്താണ് അടുത്തത്? അതിന്റെ വീണ്ടും നമ്മൾ ആ സ്കിൽസിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കാം കേട്ടോ. ആദ്യം തന്നെ എന്താണ് ഒരു സ്കിൽ, ഇതും ചോദിക്കാം കേട്ടോ. സ്കിൽസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ലയോ എന്നൊക്കെ ചോദിക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒന്നും ഇണ്ടാത്ത ചില ആളുകൾ നമ്മൾ പറയൂല, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളുകളാ, ആദ്യം സംസാരിക്കില്ല. അങ്ങനെ ഒരാളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുമോ? വരുന്ന ആൾക്കാരെ അപ്പൊ തന്നെ പോകുക, ആ വഴിക്ക് പോകും അല്ലെ. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇതല്ലേ. നമ്മള് എന്താ പറയാ, മിക്ക ഫീൽഡിലേക്കും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്യാവശ്യമാണല്ലേ. നമ്മൾക്ക് വരുന്ന ആ കസ്റ്റമറിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ പിടിച്ചു നിർത്താ, ഇനി അവരെ അങ്ങോട്ട് തന്നെ വർത്തിക്കാന്ന് പറഞ്ഞ് നമ്മുടെ വായിലെ നാക്കും കൂടി വേണം, വേണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്യാവശ്യമാണ്. ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി. എന്ത് ചെയ്യണം? ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. എങ്ങനെ വേണം? നമ്മൾ ഫലപ്രദമായിട്ട് കേൾക്കണം. കണ്ടോ, നമ്മൾ മാത്രം വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ എന്താ, അവരെ ഫലപ്രദമായിട്ട് കേൾക്കണം. ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ. പിന്നെ നമ്മൾ എങ്ങനെ പറയണം? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവോ? എക്സ്പ്രസ് വൺസെൽഫിന്റെ, ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോ എങ്ങനെ വേണം? ക്ലിയർ ആവണം. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ക്ലിയർ ആവണം. അങ്ങനെ വേണം എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെ. ചില ആളുകൾ നമ്മൾ പറയും നമുക്ക് മനസ്സിലായില്ല എന്ന് പറയും, ക്ലിയർ ആയില്ല എന്ന് പറയും, ഇല്ലേ? അതിനൊരു കഴിവ് വേണ്ടേ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാന്നുള്ളത്? അത് വേണം. അതെങ്ങനെ? ആർട്ടിക്കുലേറ്റ് മാനർ. ഇങ്ങനെയാ, അതായത് വ്യക്തമായ രീതിയിൽ നമുക്ക് അത് ആ ഒരു ഇത് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. ആർട്ടിക്കുലേറ്റ് മാനർ. ഫലപ്രദമായ രീതിയിലും വ്യക്തമായിട്ട് തന്നെ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ അത് പ്രകടിപ്പിക്കാനുമുള്ള ഒരു കഴിവ് വേണം. അടുത്ത് നോക്കിയേ, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക, അവരുടെ ഡേറ്റാസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ. അതുപോലെ അതും അതിന്റെ കൈകാര്യവും മാനേജ്മെന്റും. ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡാറ്റ എഫിഷ്യന്റ്ലി, ഫലപ്രദമായിട്ട്. ഇങ്ങനെ എന്തിനുള്ള കഴിവ് വേണം? അവരുടെ ഡേറ്റാസ് കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാനും അതിനെ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കാനും മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാനും. എങ്ങനെ? ഡേറ്റ എഫിഷ്യന്റ്ലി, ഫലപ്രദമായിട്ട് അത് ഡേറ്റാസ് കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അതിനുള്ള ഒരു കഴിവ് വേണം. ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഓരോന്നിന്റെ ഒന്ന് അണ്ടർറൈറ്റ് ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റത്തെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, രണ്ടാമത്തെയാണ് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. മൂന്നാമത് നോക്കിയേ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. എന്താണ്? ആസൂത്രണം ചെയ്യുക, പ്ലാനിങ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഏബിൾ ടു മൾട്ടി ടാസ്ക്. എന്തിനുള്ള കഴിവ് വേണം? മൾട്ടി ടാസ്ക്. ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രിയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾഡ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. പ്രിയോറിറ്റൈസ് എന്ന് വെച്ചാൽ മുൻഗണനാക്രമത്തില് ഒന്നിലധികം ടാസ്കുകൾ ഉണ്ട്, അതിന് നമ്മൾ പ്രിയോറിറ്റൈസ് കൊടുക്കണം മുൻഗണനാ ക്രമത്തില്. അതായത് നമുക്കിപ്പോ ഇതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക അല്ലെ. ആദ്യം വരുന്ന ആളുകളെ ആദ്യം തന്നെ ഡീൽ ചെയ്യാനുള്ള ഒരു ഇത് വേണ്ടേ? അവർക്ക് ആ പ്രിയോറിറ്റൈസ് കൊടുക്കണം. നമുക്ക് വന്നിപ്പോ കുറെ പേരുകളുണ്ട്, അങ്ങനെയാണെങ്കിൽ ആദ്യം വന്നവരെ തന്നെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം അല്ലെ. ആൻഡ് ഷെഡ്യൂൾ ദ ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്യണം. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. അതാണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞത് വരുന്നത്.
അടുത്തതാണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഡീറ്റെയിൽസിലേക്കുള്ള ഒരു ശ്രദ്ധ. അതായത് എന്താണ് അറ്റൻഷൻ എന്നുള്ള ശ്രദ്ധ? അതായത് ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ഹൈ ക്വാളിറ്റി വർക്ക് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്. ഓൾ ഏരിയാസ് ഇൻവോൾവ് എന്താ പറഞ്ഞേക്കുന്നത്? ആ ഉൾപ്പെട്ടിരിക്കുന്ന, ഇപ്പൊ നമ്മൾ പല ഏരിയകളും നമ്മൾ പറഞ്ഞു. ആ ഇതിന്റെ ഓരോ ഡെസ്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? റിസപ്ഷന്റെ കീഴിൽ വരുന്നത് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ഡെസ്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഏരിയകളും ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയിലും നമ്മൾ ശ്രദ്ധ പുലർത്തണം. അങ്ങനെ ആ ശ്രദ്ധ പുലർത്തുന്നതിലൂടെ ഒരു കൃത്യമായിട്ടുള്ളത് ഉയർന്ന നിലവാരത്തിനുമുള്ള ഒരു വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ്. ആക്യുറേറ്റ് എന്ന് വെച്ചാൽ കൃത്യമായ, ഹൈ ക്വാളിറ്റി, ഉയർന്ന ഗുണനിലവാരമുള്ള വർക്ക്. എങ്ങനെ? ത്രൂ കൺസേൺ ഫോർ ഓൾ ദ ഏരിയാസ് ഇൻവോൾവ്. ഒരു ഏരിയയിൽ മാത്രം നോക്കിയാൽ പോരാ, ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള, ഹൈ ക്വാളിറ്റിയിലുള്ള വർക്ക് എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ, നിർമ്മിക്കാനായിട്ട് പറ്റും. അതാണ് എല്ലാത്തിനും ശ്രദ്ധ വേണം, അത്രേ ഉള്ളൂ. എല്ലാ ഏരിയയിലേക്കും ശ്രദ്ധ കൊടുക്കണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. അടുത്ത് നോക്കിയേ, കസ്റ്റമർ സർവീസ് സ്കിൽ. എന്താണ് കസ്റ്റമർ സർവീസ് സ്കിൽ? കസ്റ്റമർ സർവീസ് സ്കിൽ ഒരു കസ്റ്റമർ സർവീസ് അല്ലേ? പേഷ്യൻസിന്റെ സർവീസ് ആണ് ഹോസ്പിറ്റലില്. അതിനുള്ള കഴിവ് വേണം. ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിങ് ഓൺ അച്ചീവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എങ്ങനെയാ നമ്മള് ഒരു കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമറിന്റെ സംതൃപ്തി, അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ നോക്കണേ? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് പേഷ്യൻസ് വീണ്ടും അങ്ങോട്ടേക്ക് വരുള്ളൂ, ആ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. അതായത് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതില് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്തിനാ നമ്മള് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. ക്ലിയർ ആയോ? എന്തിൽ വേണം ശ്രദ്ധ കൊടുക്കാൻ? കസ്റ്റമറിന്റെ സംതൃപ്തി. മനസ്സിലായോ? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഫോക്കസ് ചെയ്യണം. അതിൽ നമുക്ക് ശ്രദ്ധ വേണ്ടത് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്തണം, അതായത് പേഷ്യൻസിനെ തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ വരുന്ന വിസിറ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെ? അവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. അടുത്തതാണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ പൊരുത്തപ്പെടുക എന്നുള്ളത് കേട്ടോ. അഡാപ്റ്റബിലിറ്റി. ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. ഒന്ന് ശ്രദ്ധിച്ചേ, ആളുകളൊക്കെ ഒരേ സ്വഭാവമുള്ളവരാണോ? പല തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളാണ്, അല്ലെ? അവരെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, അതായത് അത് എന്താ പറയാ, സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ അവർക്കുടെ ആവശ്യങ്ങള്, ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ എന്താ പറയാ, അതിനെ പാലിക്കുന്ന രീതിയിലുള്ള, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം, അതിനുള്ള കഴിവ് വേണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ വന്നു നിൽക്കുന്ന പേഷ്യൻസ് എങ്ങനെയാണ്, അവർക്കുടെ ആ ഒരു എന്താ പറയാ, അവിടുത്തെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്കുടെ ആ ഡിമാൻഡ്, ആ ഒരു സ്വഭാവം അനുസരിച്ചിട്ടൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതേ രീതിയിൽ നമ്മൾ നിൽക്കണം, അല്ലെ? അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച്, അങ്ങനെയുള്ള ഒരു സമീപനമായിരിക്കണം അവരോട് കാണിക്കേണ്ടത്. അതിനുള്ളൊരു കഴിവ് വേണം. ചില ആളുകൾ നമ്മൾ പറയും എവിടെ ചെന്നാലും രക്ഷപ്പെടും പറയാറില്ലേ? ഏത് സ്ഥലത്ത് എന്നാലും രക്ഷപ്പെടും. എന്താ, ഏതൊരവസ്ഥയോടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ചിലർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ അതിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പോകാൻ പറ്റില്ല, അല്ലെ? ആ ഒരു കഴിവ് വേണമെന്നാ പറഞ്ഞേക്കണേ. ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഡീൽ വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. ഇത് ഉൾപ്പെടുന്ന പലതരത്തിലുള്ള ആളുകളാണ്. ആ ആളുകളുമായിട്ട് അവർ ഡീൽ ചെയ്യുമ്പോൾ, അല്ലെ? അവരെ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ആവശ്യകതകള്, ആ സിറ്റുവേഷൻ അനുസരിച്ച്, ആ മാറി വരുന്ന ഡിമാൻഡുകൾ അനുസരിച്ച് അതിനോടുള്ളൊരു നല്ലൊരു, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു സമീപനമായിരിക്കണം. ലാസ്റ്റ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി. എന്ന് വെച്ചാൽ രഹസ്യാത്മകത വേണമെന്ന്. കണ്ടോ? രഹസ്യമായിട്ട് വെക്കണമെന്ന്. ചില ആൾക്കാർക്ക് ഒരു രഹസ്യം മനസ്സിൽ വെക്കൂല, അല്ലെ?
എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 4 ആളോട് പറഞ്ഞാലാ സമാധാനം ഉണ്ടാവുള്ളൂ. ഇതെന്താ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യാത്മകത. ആ ഒരു സ്വഭാവം വേണം. എന്താ? ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അഡ്ഹിയർ എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ആ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താ പറയാ പാലിച്ചുകൊണ്ട് ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ആ ഒരു ധാർമ്മികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഹോസ്പിറ്റലിലെ ഒരു പോളിസി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് അതായത് നമ്മൾ അവരെ വിശ്വസിച്ച് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ് പേഷ്യൻസിന്റെ, അതിനൊരു കോൺഫിഡൻഷ്യാലിറ്റി വേണം, അതിനൊരു രഹസ്യാത്മകത വേണം. ഇതാണ് ആ ഒരു സ്വഭാവവും വേണം. അപ്പൊ എന്തൊക്കെ സ്കിൽസ് അവിടെ പറഞ്ഞേ? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പറഞ്ഞു, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് പറഞ്ഞു, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് പറഞ്ഞു, അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു, പിന്നെ കസ്റ്റമർ സർവീസ് സ്കില്ല് പറഞ്ഞു. ഏതാടാ 6th പോയിന്റ് പറയണം കേട്ടോ. കസ്റ്റമർ സർവീസ് സ്കില്ല് പറഞ്ഞു, അഡാപ്റ്റബിലിറ്റി പറഞ്ഞു, കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞു. 2, 4, 6 അഡാപ്റ്റബിലിറ്റി ആണോ? അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഡൈവേഴ്സ് പീപ്പിൾ എന്ന് പറഞ്ഞ വൈവിധ്യമാർന്ന ആളുകളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല സ്വഭാവത്തിലുള്ള ആളുകളെ ഡീൽ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവിടുത്തെ ചേഞ്ചിങ് ഡിമാൻഡ് എന്ന് പറഞ്ഞ മാറുന്ന ആവശ്യകതകൾ അത് പാലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് സമീപനം അതിനുള്ള കഴിവ് വേണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകളെ എങ്ങനത്തെ സ്വഭാവക്കാരാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ക്ലിയർ ആയോ പോയിന്റ്? ആരാമത്തെ പോയിന്റ് ചോദിച്ച ആള്? ഓക്കെ, അഡാപ്റ്റബിലിറ്റി. യെസ്, നയനക്കുട്ടിയാണ് ചോദിച്ചത് അല്ലെ? നയനയാണ്. ഏതാണോ പോയിന്റിലെ സ്കിൽസ് ആണോ? ഏതാണ്? ഇതിന് മുന്നേ ഉള്ളതാണോ? സ്കിൽസ് ആണോ? ടെലിഫോൺ എറ്റിക്വിറ്റി അതൊക്കെയാണോ സ്കില്ല് ചോദിച്ചേ? ക്ലിയർ ആയില്ല കേട്ടോ ഏതാണ് ചോദിച്ചെന്നുള്ളത്. ഓക്കെ, എന്തായാലും ഒരു കുഞ്ഞൊരു സെക്ഷനും കൂടി ഉള്ളൂ, അതങ്ങോട്ട് തീർത്തേക്കാം നമുക്ക്. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ്, ഒരു പ്രധാനപ്പെട്ട ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കില്ല് ഏതൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ചേ. ടെലിഫോൺ എറ്റിക്വിറ്റി ആദ്യം വെച്ചാൽ എന്താണ്? റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യണം അല്ലെ? അപ്പൊ അതാണ് ഒരു ടെലിഫോൺ മര്യാദകള്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള skills എന്ന് പറയുന്നത് ഏതാ? ടെലിഫോൺ എറ്റിക്വിറ്റീസ്. When a patient calls in, ഒരു പേഷ്യന്റ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ എന്താ വേ ഇൻ വിച്ച് ദ ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ ഹാൻഡിൽ ദ ടെലിഫോൺ കോൾ ഡിറ്റർമിൻസ് ഹൗ ദ ഫെസിലിറ്റി ഈസ് പെർസീവ്ഡ്. എന്താണ്? അതായത് നമ്മളെ ഒരു പേഷ്യന്റ് കോൾ ചെയ്യാണ്, ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ കോൾ ചെയ്യാണ്. അപ്പൊ എന്താണ്? അപ്പോൾ ദ ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ, ആ ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ എങ്ങനെയാണ് ആ കോൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? The telephone call അതാണ് നിർണ്ണയിക്കുന്നത്. ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ചാൽ നിർണ്ണയിക്കുക. ഹൗ ദ ഫെസിലിറ്റി ഈസ് പെർസീവ്ഡ്, എങ്ങനെയാണ് അവിടുത്തെ ഫെസിലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ? അവര് നമ്മളോട് പറയുന്ന കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ അവിടുത്തെ സൗകര്യം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ഇന്ന ഇതുണ്ടോ ഈ നമ്മൾ ചോദിക്കാണ്, ഒരു കോൾ വിളിക്കാണ്, അവിടെ ഇന്ന ഇത് സെക്ഷൻ അല്ലെങ്കിൽ ഒഫ്താൽമോളജിയിൽ നല്ല ഇതുണ്ടോ അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന ഡയഗ്നോസ്റ്റിക് ഇതുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ആ എന്താ പറയാ ആ ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ അവിടുത്തെ എംപ്ലോയീസ് അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആണ് ആ കോള് എടുക്കുന്ന അല്ലെ? അങ്ങനെ വരുമ്പോൾ അവരെങ്ങനെയാണോ പറയുന്നത് അല്ലെ, അവരെങ്ങനെയാണ് ആ കോള് ഹാൻഡിൽ ചെയ്യുന്നത്, അതാണ് നിർണ്ണയിക്കുന്നത്. ഏത് അവിടുത്തെ സൗകര്യങ്ങള്. ഇപ്പൊ നമ്മളോട് വിളിക്കുമ്പോ എന്താ അവിടെ നിന്ന് പറയാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂലേ അല്ലെ? അവിടുത്തെ ഫെസിലിറ്റികള് അടിസ്ഥാന സൗകര്യങ്ങള് എങ്ങനെയാണ്? നിങ്ങൾ ഓക്കെയാണ്, കുഴപ്പമില്ല, നിങ്ങൾ പോരെ, ഇവിടെ അതിനുള്ള എല്ലാ ടെക്നോളജി ഉണ്ട് അല്ലെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ നമ്മൾ ആ ഹോസ്പിറ്റലിൽ സൗകര്യം മനസ്സിലാക്കുന്നത്. ആണോ?
അവരെങ്ങനെയാണോ ഫോൺ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവരുടെ ഫെസിലിറ്റി മനസ്സിലാക്കുന്നത്. ഓക്കെ, then the medical office receptionist must be a good listener. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. The medical office receptionist must be a good listener. നല്ല ലിസണർ ആയിരിക്കണം. അത് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? രഹസ്യാത്മകത, അല്ലെ, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ബിസൈഡ്സ് ഹാവിംഗ് എ ഗുഡ് ഫോൺ മാനർ. അത് കൂടാതെ കണ്ടോ, ഫോൺ മാനർ, നല്ലൊരു ഫോൺ മാനർ കൂടാതെ എന്താണ്, നല്ലൊരു ലിസണർ ആയിരിക്കണം, നല്ലൊരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ അത്? The medical office receptionist must be a good listener and to maintain confidentiality besides having good ഫോൺ മാനർ. ആ ഒരു നല്ലൊരു ഫോൺ മാനർ കൂടാതെ നല്ലൊരു ലിസണർ ആയിരിക്കണം, നല്ലൊരു രഹസ്യാത്മകത, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഒരു 2 ബോക്സ് ആണ് ഇവിടെ തന്നേക്കുന്നത് കേട്ടോ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഡൂസ് ആൻഡ് ഡോൺസ് ആണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ഡൂസ് എന്നുള്ളതോട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. എങ്ങനെയായിരിക്കണം? സ്മൈൽ, ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കണം. വേണ്ടേ? ദേഷ്യപ്പെട്ട മുഖം ഇങ്ങനെ കറുപ്പിച്ചിരുന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവോ? ഇല്ല അല്ലെ? ആ വഴി അവര് പോകും, അത്ര തന്നെ കാര്യം. അപ്പൊ എന്താ വരുമ്പോഴത്തേക്കും നല്ല പ്ലസന്റ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ റിസപ്ഷനിലൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾക്ക് ഒരു നല്ലൊരു ഇതൊക്കെ തന്നുകൊണ്ട് അല്ലെ, നമ്മളൊരു നല്ല രീതിയിൽ നല്ല ചിരിച്ച് നല്ല നല്ല പ്ലസന്റ് ആയിട്ടുള്ള സംസാരം അത് വേണം. അത് അവർ ചെയ്യേണ്ട കാര്യം കേട്ടോ. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. സ്പീക്ക് ക്ലിയർലി. എങ്ങനെ സംസാരിക്കണം? ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ഉണ്ടോ? നമ്മളോട് പറയുന്ന കാര്യങ്ങള് വ്യക്തമാവണം. സ്പീക്ക് ക്ലിയർലി. നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കണം. പിന്നെ എന്താ? മേക്ക് ദം വെൽക്കം. എന്താ? അവരെ വെൽക്കം ചെയ്യണം. വരുന്ന പേഷ്യൻസിനെ, വിസിറ്റേഴ്സിനെ ഒക്കെ വെൽക്കം ചെയ്യണം. അപ്പൊ 3 കാര്യങ്ങളാട്ടോ ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയാ? സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്, സ്പീക്ക് ക്ലിയർലി, മേക്ക് ദം വെൽക്കം. ക്ലിയർ ആയോ എന്തൊക്കെ ചെയ്യാൻ പറ്റണേന്നുള്ളത്? ഓക്കെ, ഇനി അത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തൊക്കെയാ? ഡിസ്ട്രാക്ട് എന്ന് വെച്ചാൽ എന്താ? ശ്രദ്ധ മാറ്റരുത്. ഡിസ്ട്രാക്ട്, ശ്രദ്ധ മാറ്റരുത്. അതായത് വേറെ കാര്യങ്ങളെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലാണെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് പോലെ ഒരു ഡിസ്ട്രാക്ട്, ഒരു എന്താ പറയാ, നമ്മൾ പറഞ്ഞില്ലേ കൃത്യമായിട്ട് പറയണമെന്നൊക്കെ, ഇപ്പൊ വേറെ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രദ്ധയൊക്കെ മാറ്റരുത് എന്നുള്ള മീനിങ്. ഡിസ്ട്രാക്ട്, ശ്രദ്ധ മാറ്റരുത്. ഷൗട്ട് ഓർ വിസ്പർ. അടുത്തന്നെ ഷൗട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഷൗട്ട് ചെയ്യാറുണ്ട് ദേഷ്യം വരുമ്പേ? ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ഉണ്ടോ? വലിയ ദേഷ്യം. അപ്പൊ വന്നിട്ടുള്ള പേഷ്യൻസ് ഇതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും പിന്നെയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമായിരിക്കും. പക്ഷെ എന്താ? നമ്മുടെ മനസ്സിൽ വെച്ചോളൂട്ടോ. ആ ദേഷ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്നാലും നമ്മളെന്താ നമ്മൾ നല്ല ചിരിച്ചൊക്കെ സംസാരിക്കണം. വച്ചയ്ക്കാൻ പാടില്ല. ഓൾ വിസ്പർ. വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താ? WHISPER. വിസ്പർ എന്താ? വിസ്പർ എന്താ? മുറുമുറുക്കുക. ചിലര് പറയാറില്ലേ അങ്ങനെ? മുറുമുറുക്കാറില്ലേ? ഇങ്ങനെ പതുക്കെ ഉച്ചത്തിൽ വേറെ ആൾക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ദേഷ്യമൊക്കെ വരുമ്പോ മുറുമുറുക്കാറില്ലേ? തന്നെ ഇങ്ങനെ മുറുമുറുക്കാറുണ്ടോ? ആ, എന്തെന്നാ നയന് മാത്രമല്ല എല്ലാത്തിനും ഒരു തമ്പിളുണ്ട് കേട്ടോ. അതെന്നെ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. 1-2 പേരൊക്കെ ഞാനിങ്ങനെ ഉണ്ടോ ഇല്ലേന്നൊക്കെ ചോദിക്കുമ്പോ എന്താ നമുക്ക് തമ്പിട്ട് തരുമ്പോ അതെ സ്നേഹം കുറവുണ്ട്. അതായത് നിങ്ങളും കൂടി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഒന്നാമത് നിങ്ങളെ കാണുന്നില്ല. നമ്മളെ വീഡിയോ എല്ലാവരുടെയും ഓഫ് ആണല്ലോ. ഇവിടെ ഓഫ് ചെയ്യണമെന്നാണ് എന്താ പറയാ വീഡിയോ. അങ്ങനെ നമുക്ക് നിങ്ങൾ ചിലപ്പോൾ പല ജോലിയിൽ ഏർപ്പെട്ടോണ്ടായിരിക്കും ക്ലാസ് ആണ്. ചിലപ്പോൾ ട്രാവലിങ്ങിന്റെ ഇടയിലായിരിക്കും, ഓഫീസിന്റെ ഇടയിലായിരിക്കും, അടുക്കളയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ശരിയാക്കണതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും ചിലപ്പോ അല്ലെ ക്ലാസ് കാണുക. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ അവിടെ നിന്ന് പാചകമൊക്കെ ചെയ്യുമ്പോ നിങ്ങളെ കാണുമ്പോ ഞാൻ പിന്നെ ഇവിടെ വീഡിയോ ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ളതുള്ളൂ. പ്രീത ഇവിടെ എന്താ പറയാ വീഡിയോ ഓളാണ് കേട്ടോ കുട്ടി. എന്നാലും കുഴപ്പമൊന്നുമില്ല. ആള് വളരെ സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്ന് കാണുന്നത് എനിക്ക് ഇവിടെ കാണാം. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഇവിടെ നിന്ന് ശരിക്കും വീഡിയോ ഓഫ് ചെയ്തിട്ടുള്ളതാണ്.
പിന്നെ എന്താ അങ്ങനെയൊക്കെ നിങ്ങൾ പല പല പണിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തായാലും എല്ലാവർക്കും സൗണ്ട് ഇവിടെ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറയണേ, അപ്പൊ എന്താ പറഞ്ഞു വന്നത്, അപ്പൊ നിങ്ങൾ അവിടേക്ക് ഇല്ലേന്നൊക്കെ അറിയണമെങ്കിൽ എനിക്ക് കുറച്ച് തമ്പൊക്കെ തന്നേക്കണം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മുറുമുറുക്കാൻ പാടില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, മുറുമുറുക്കാൻ പാടില്ല. അടുത്ത് നോക്കിയേ, ഹോൾഡ് ഫോർ ടു ലോങ്, എന്താ കുറെ നേരം നിർത്താൻ പാടില്ല. പേഷ്യൻസ് ഒക്കെ വന്നിട്ട് ചിലപ്പോ എമർജൻസി ഒക്കെ ആയിട്ട് കാണാനൊക്കെ ആയിരിക്കും. പക്ഷെ എന്താ അവര് കുറെ ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ അവർ നിർത്താന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോ? എന്താ ഹോൾഡ് ഫോർ ടു ലോങ് എന്താ പറഞ്ഞേക്കുന്നേ, കുറെ നേരം അവരെ നിർത്താൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. നാളെ ക്ലാസ് ഇല്ല, നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ക്ലാസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പൊ അത് അടച്ചു വെക്കരുത്. ഇന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ഷുവറായിട്ട് വായിച്ചു വെക്കാം കേട്ടോ. ഇനി ആരോ എന്നോട് വൈകി കയറിയ കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല. ഏതാണ് ആ ഒരു ചെറിയൊരു സെക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടി മാത്രമേ ഇരുന്നാലും മതി കേട്ടോ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഏതാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്നുള്ളതല്ലേ ചോദിച്ചത്? ആരെവിടെ ചോദിച്ച ആള്? ആരാണ് ഇവിടെ ചോദിച്ച ആള്? ഇവിടെ ആളുണ്ടല്ലോ. ലക്ഷ്മിയാണോ ചോദിച്ചേ? ഓക്കെ, ലക്ഷ്മി അല്ലേ? അതൊന്ന് പെട്ടെന്ന് നോക്കിയേ ലക്ഷ്മി. അത് എളുപ്പമുള്ളതാണ്, ലക്ഷ്മിക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ് അതിനകത്ത് തന്നെ കണ്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. കണ്ടോ, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ, അതാണ് ഏത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. കണ്ടോ, ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അവരും എന്ത് ചെയ്യുന്നു, മാനേജ് വേരിയസ് പല പല ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്നു. പിന്നെ എന്താ, ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബേസിക് ക്ലറിക്കൽ ടാസ്ക്. കണ്ടോ, ക്ലറിക്കൽ ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. എന്താ, ആൻസറിങ് ഫോൺ കോൾസ്, ഫോൺ കോൾ ആൻസർ ചെയ്യുക, മീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, വരുന്ന പേഷ്യൻസിനെ വിസിറ്റേഴ്സിലേക്ക് അഭിവാദ്യം ചെയ്യുക, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, പ്രൊഫഷണൽ അതെങ്ങനെ ഒരു സമയബന്ധിതമായിട്ട്. പിന്നെ മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്കിംഗ്, എവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടാ. പിന്നെ അവർക്കുള്ള റെസ്പോൺസിബിലിറ്റിയും നോക്കി വെക്കണം. ഫിസിഷ്യന്റെ ഓഫീസില്, ഡെന്റിസ്റ്റിന്റെ ഓഫീസില്, ഹോസ്പിറ്റലില്, അതർ മെഡിക്കൽ ഫെസിലിറ്റിയിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം. പിന്നെ അടുത്തത് സ്മോളർ ഓഫീസിലാണെങ്കിൽ, ചെറിയ ഓഫീസിലാണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലിനിക്കൽ 2 ഡ്യൂട്ടി ഉണ്ടാവും. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം, ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യണം. എന്താ, ചെറിയ ഹോസ്പിറ്റലാണ്, അപ്പൊ വലിയ വലിയ ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2ഉം ചെയ്യണം. എന്നാൽ ലാർജർ ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലിനിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് മാത്രം ചെയ്താൽ മതി, ക്ലിനിക്കൽ ഡ്യൂട്ടി ചെയ്യേണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡ്യൂട്ടി, ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ഓർ ക്ലിനിക്കൽ ഡ്യൂട്ടി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. വലിയ ഹോസ്പിറ്റലാണ്, അത് തന്നെ ഉണ്ടാവേ ഒരു ഇന്നത് തലയില്. അപ്പൊ പിന്നെ മറ്റുള്ളത് ചെയ്യുക. ദ പൊസിഷൻ ഈസ് റെഫേർഡ് ടു അസ്. ഇനി അവരുടെ പൊസിഷന് നമ്മൾ എന്തൊക്കെ പറയാം? ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാം, റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം, ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ എന്ന് പറയാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണൊന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ നമുക്ക് ഇവിടെ അമർജിത്ത് AR ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ.